നിങ്ങൾ ഈ ശരീഅത്ത് പാലിക്കുന്നുണ്ടോ? ശരീഅത്തിൽ നിങ്ങളെ വാദങ്ങൾ എന്തൊക്കെയാണ്? മശായിഖന്മാരുടെ ഹളറത്തിലേക്ക് ഒരു പെണ്ണ് വരുന്നത് ക്യാമറ കണ്ണുകൾ വെച്ച് നോക്കിയിട്ട് ശരീഅത്ത് വിരുദ്ധമാക്കാൻ ഒരുങ്ങുന്നവരുടെ ആസ്ഥാനത്ത് നടക്കുന്ന പൂരങ്ങൾ എന്തൊക്കെയാണ്? നോളേജ് സിറ്റിയിൽ വലിയ ഹോട്ടലുകൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ സ്വയം ക്യാഷ് കൊണ്ടല്ല. ചിന്തിക്കണം, പാവപ്പെട്ട ആളുകളുടെ ക്യാഷ് കൊണ്ടാണ്. അന്ന് നമ്മൾ വരെ പൈസ കൊടുത്തിട്ടുണ്ട്. അതിൽ പൈസ കൊടുക്കാത്തതല്ല. അന്നൊക്കെ വഅദിന് പോകുമ്പോൾ സ്ഥിരം എൻ്റെ കയ്യിൽ അതിൻ്റെ റെസിപ്റ്റ് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. എന്നിട്ട് ഈ പണികളൊക്കെ ചെയ്തൊപ്പിച്ചിട്ട് ഇന്ന് ഇന്റർനെറ്റിൽ നോളേജ് സിറ്റിയിൽ ഒരു ഹോട്ടലിന്റെ പരസ്യമെടുത്ത് നോക്കിയ എന്താ അവസ്ഥ? ക്ലിപ്പിടാൻ പോലും പറ്റില്ല. നഗ്നകളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ഹോട്ടലുകളിലേക്ക് ആകർഷിപ്പിക്കുന്നു. ആര്? ഔലിയാക്കളെ ശരീഅത്ത് നോക്കുന്ന പിന്തുടരപ്പെടുന്ന ഉലമാ ആണ് ഞങ്ങളെന്ന് പറയുന്നവരുടെ ഉന്നത സ്ഥാപനങ്ങളിൽ ചോദിക്കുമ്പോൾ മറുപടി ഞങ്ങൾക്ക് വിട്ടുകൊടുത്തതാ ഓൽക്ക്, ഓലൊന്നും ചെയ്യുന്നു. ഈ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മല്ലേ? അത് വെറുതെ പറയണത്, അവിടെ ഇരിക്കട്ടെ. വിട്ടുകൊടുക്കുമ്പോൾ ശരീഅത്ത് അവിടെ നിയമമാക്കണ്ടേ? പുറത്ത് നടക്കുന്ന പൂരം വേറെ, ഉള്ളിൽ വലിയ പൂരം. എന്ത് ശരീഅത്താങ്ങൾ ഈ പറയുന്നത്? പിന്തുടരപ്പെടുന്ന ഉലമാ ആണ് നിങ്ങളെങ്കിൽ ശരീഅത്തിന്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങണ്ട, അതിന്റെ പുറന്തൊലിയെങ്കിലും ഒന്ന് ഉഷാറാക്കണ്ടേ? എന്താണ് നോളേജ് സിറ്റിയിൽ നടക്കുന്നത്? ഒരു 2 സെക്കൻഡ് അതിന്റെ പുറത്ത് നടക്കുന്ന ഉള്ളിത്ത് കാണിക്കാൻ ഈ സദസ്സിന് പറ്റില്ല. അത് നിങ്ങൾ നോക്കും വേണ്ട, അത്രയും അബദ്ധമാണത്, അത്രയും പ്രശ്നം. മുഴുവൻ ഇന്റർനെറ്റിൽ അവരുടെ സൈറ്റിൽ ഇന്നുണ്ട്, ഫുള്ളുണ്ട്. നിങ്ങൾ നോക്കി എന്തൊക്കെയാണ് നടക്കുന്നത്. എന്താ അതിൻ്റെ ഒക്കെ ഒരു ശറഅ് വെച്ചു കൊടുക്കുക? നമ്മളെ പള്ളിയും പള്ളി ഒന്നായിട്ട് ഉത്സവപ്പറമ്പായി. പള്ളി മൊത്തം പൂരപ്പറമ്പായി. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. ഈ കൂത്താട്ടത്തിനൊക്കെ എന്ത് ശറഅങ്ങൾക്കുള്ളത്? പിന്തുടരപ്പെടുന്ന ഉലമാ ആണല്ലോ നയിക്കുന്നത്. റാബിത്വതയുടെ സമ്മേളനമൊക്കെ പോയി പങ്കെടുക്കുന്ന ആളല്ലേ മെയിനാള്. എന്റെ സാധാരണക്കാരായ പ്രവർത്തകരെ, ഒരു പുനർവിചിന്തന നിർബന്ധം. ഇവര് നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിന്റെ കുണ്ടിലേക്കാണ്. ദുനിയാവിൽ നിങ്ങളെ ക്യാഷ് അവര് വസൂലാക്കുന്നു. ഇപ്പൊ ഈ ഒരാഴ്ചയിൽ എന്തൊക്കെ പിരിവുകളാണ് നിങ്ങൾ നോക്ക്. പിരിശപ്പൊതി, അറഫാനിധി, ബിരിയാണി പൊതി, നെയ്ച്ചോർ ചാക്ക്, ഇങ്ങനെ എന്തൊക്കെ ഏതെല്ലാം കളികൾ. ഇതൊക്കെ നടത്തുന്നത് ഈ പാവപ്പെട്ട പ്രവർത്തകരിൽ നിന്ന്, അവരെ ഹളറത്തുൽ ഖുദ്സിൽ നിന്ന് തടയുന്നതോടൊപ്പം അതാ ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞ കള്ളന്മാരാണവർ, കൊള്ളക്കാരാണവർ. എന്റെ ഭാഷയല്ല, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ.